ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്ലോമ കോഴ്സിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് 1-ലെ മൊഡ്യൂൾ 1-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ്. അപ്പം ഇവിടെ നമുക്ക് അതിൻ്റെ ഡെറിവേഷനാണ് പഠിക്കാനുള്ളത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് S=ut+12at². അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കത് t സെക്കൻഡിന് ശേഷമുള്ള ഒരു വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വസ്തു 5-ാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ 100-ാമത്തെ സെക്കൻഡിൽ മാത്രം എത്ര ദൂരം സഞ്ചരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെറിവേഷനാണ് നമുക്ക് ചെയ്യാനുള്ളത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ്. അപ്പം നമുക്ക് ആദ്യം ഇതിൽ നമ്മൾ പഠിച്ച ഇക്വേഷനായിട്ടുള്ള S=ut+12at² ആണ്. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇക്വേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് u എന്ന ഇനിഷ്യൽ വെലോസിറ്റിയും a എന്ന ആക്സിലറേഷനും ഉള്ള ഒരു ബോഡിയുടെ t സമയത്തിന് ശേഷമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ഈ ഇക്വേഷൻ തരുന്നത്. അപ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ അറിയാം, എയിൻ്റെ വാല്യൂ അറിയാം. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു സമയം ഇട്ട് കൊടുത്താൽ ആ സമയം കൊണ്ട് ആ വസ്തു എത്ര സഞ്ചരിച്ചു എന്നുള്ളതിൻ്റെ ഒരു വാല്യൂ ആണ് നമുക്ക് ഈ ഇക്വേഷൻ വഴി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ t=5 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ 5 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 5 സെക്കൻഡിന് ശേഷം ആ വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എത്രയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈനും ഒരേപോലെയാണ് ഉപയോഗിക്കുന്നത്. കാര്യം നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈനിലാണ് വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യുന്നൊരു ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് നമ്മളിനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കണം. അതായത് നമ്മളൊരു 5 സെക്കൻഡ് കൊണ്ട് 10 സ്റ്റെപ്പ് നടന്നെന്ന് വെച്ചോ, 6 സെക്കൻഡ് കൊണ്ട് 12 സ്റ്റെപ്പ് നടന്നു എങ്കിൽ നമ്മൾ 6-ാമത്തെ സെക്കൻഡിൽ നടന്ന സ്റ്റെപ്പ് എത്രയായിരിക്കും? 5 സെക്കൻഡ് കൊണ്ട് 10 സ്റ്റെപ്പും 6 സെക്കൻഡ് കൊണ്ട് 12 സ്റ്റെപ്പും നടന്നെങ്കിൽ നമ്മൾ 6-ാമത്തെ സെക്കൻഡിൽ മാത്രം എത്ര സ്റ്റെപ്പായിരിക്കും നടന്നത്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കത് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. അതായത് 12 - 10 എത്രയായിരിക്കും? 2 സ്റ്റെപ്പായിരിക്കും നമ്മൾ നടന്നത്. നമ്മൾ അങ്ങനെ ഇത്രാമത്തെ സെക്കൻഡിൽ എത്ര നടന്നു എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എത്ര? u=0 m/s ആയിട്ട് ആക്സിലറേഷൻ = 2 m/s² ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു വസ്തുവിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u0യും ആൻഡ് ആക്സിലറേഷൻ a എന്ന് പറയുന്നത് 2 m/s² ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ സെക്കൻഡിലുള്ള അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അത് സഞ്ചരിച്ച ഡിസ്റ്റൻസിൻ്റെ കുറിച്ചുള്ള വാല്യൂ ആണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരത്തിന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ S0 എന്നാണ് എഴുതുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ, അതായത് S=ut+12at² നമുക്ക് എന്ത് ചെയ്താൽ മതി? യുവിന് പകരം 0വും എക്ക് പകരം 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് സമയത്തിനാണോ കണ്ടുപിടിക്കാനുള്ളത് ആ സമയത്തിൻ്റെ വാല്യൂ ടിക്ക് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം 0 സെക്കൻഡിന് കൊണ്ട് ആ വസ്തു സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം, അതായത് S0. അപ്പം നമുക്ക് ആ ഇക്വേഷനിൽ എന്ത് കൊടുത്താൽ മതി? യുവിന് 0യും ടിക്ക് 0യും എക്ക് 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 0. അത് മീറ്ററിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 1-ാമത്തെ സെക്കൻഡിൽ ഒരു സെക്കൻഡ് കൊണ്ട്, അതായത് ഒരു സെക്കൻഡ് കൊണ്ട് ആ വസ്തു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയെന്ന് എഴുതാം? S(1) എസ് ബ്രാക്കറ്റ് ഓഫ് 1 എന്ന് പറയുന്നതാണ് ഞാൻ S(1) എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് S(1) എന്ന് എഴുതാം. അതായത് അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ ടിക്ക് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. യുവിൻ്റെ വാല്യൂ 0 ആണ്, എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇനി 2 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം, 2 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരത്തിന് നമുക്ക് S(2) എന്ന് എഴുതാം അല്ലേ? S(2) എന്ന് എഴുതുമ്പോൾ നമുക്ക് തന്നെ ടിക്ക് പകരം 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 0 × 2 + ½ × 2 × 2². അത് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 3 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം S(3) = 9 എന്ന് കിട്ടും. 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം S(4) = 16 മീറ്റർ എന്ന് കിട്ടും. 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം S(5) = 25 മീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ വസ്തു
രണ്ടാമത്തെ സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരം എത്രയാണ്? നമ്മൾ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 1 മീറ്റർ സഞ്ചരിച്ചെന്ന് പറഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 4 മീറ്റർ സഞ്ചരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത്തെ സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? അത് എത്രയായിരിക്കും? 4 മൈനസ് 1 ആയിരിക്കൂലേ? എന്തായിരിക്കും? 4 മൈനസ് 1 ആയിരിക്കും. അതായത് എസ് ഓഫ് 2 മൈനസ് എസ് ഓഫ് 1 ആയിരിക്കും. ഇസിക്കൽ ടു 4 മൈനസ് 1 ഇസിക്കൽ ടു എന്തായിരിക്കും? 3 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മൂന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? മൂന്നാമത്തെ സെക്കൻഡിൽ നോക്കിയാണെങ്കിൽ 2 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം 4 ആണ്. 3 സെക്കൻഡ് ടോട്ടൽ കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം 9 ആണ്. എങ്കിൽ അത് മൂന്നാമത്തെ സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 9 മൈനസ് 4, അതായത് എസ് ഓഫ് 3 മൈനസ് എസ് ഓഫ് 2. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സെക്കൻഡിൽ മാത്രം സഞ്ചരിച്ച ദൂരത്തിന് ഇങ്ങനെയാണ് എഴുതുന്നത്. S3, എസിൻ്റെ സഫിക്സ് ആയിട്ട് 3 എന്ന് എഴുതുന്നത്. അതായത് മൂന്നാമത്തെ സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഇസിക്കൽ ടു 3 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം മൈനസ് 2 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം. അതായത് S3 ഇസിക്കൽ ടു എസ് ഓഫ് 3 മൈനസ് എസ് ഓഫ് 2 ഇസിക്കൽ ടു 9 മൈനസ് 4 ഇസിക്കൽ ടു 5 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. എങ്കിൽ അത് അഞ്ചാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ ഇതേ ലോജിക്ക് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ യഥാർത്ഥത്തിൽ നമുക്ക് 24 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം 16ഉം 5 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം 25 ആണെങ്കിൽ അത് അഞ്ചാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 25 മൈനസ് 16 ആയിരിക്കും. അതായത് എസ് ഓഫ് 5 മൈനസ് എസ് ഓഫ് 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോജിക്ക് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 100ാമത്തെ സെക്കൻഡിൽ നമുക്കിപ്പോൾ നോക്കണം, ഇതേ ലോജിക്ക് വെച്ച് നമുക്ക് 100ാമത്തെ സെക്കൻഡിൽ കണ്ടുപിടിക്കണമെങ്കിലുള്ള ഇക്വേഷൻ എന്തായിരിക്കും? അതായത് S100 ഇസിക്കൽ ടു എന്തായിരിക്കും? 100 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എസ് ഓഫ് 100 മൈനസ് 99 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം, അതായത് എസ് ഓഫ് 99. അങ്ങനെയാണെങ്കിൽ 150 എന്ന് പറയുമ്പോഴത്തേക്ക് S150 ഇസിക്കൽ ടു എസ് ഓഫ് 150 മൈനസ് എസ് ഓഫ് 149, അതായത് എസ് ഓഫ് 150 മൈനസ് 1 ആയിരിക്കും അല്ലേ? ഇവിടെ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000ാമത്തെ സെക്കൻഡിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? S1000 ഇസിക്കൽ ടു എസ് ഓഫ് 1000 മൈനസ് എസ് ഓഫ് 1000 മൈനസ് 1, അതായത് എസ് ഓഫ് 999 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാം ഈ ഒരു ഇക്വേഷൻ അല്ലേ? അതായത് nth സെക്കൻഡിൽ, ഏതോ ഒരു nth സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം SN ഇസിക്കൽ ടു, എന്നാണ് നമ്മളവിടെ എത്രാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് nth സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ nth സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം SN ഇസിക്കൽ ടു എന്താണ്? SN ഇസിക്കൽ ടു എസ് ഓഫ് n, അത് n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം മൈനസ് എസ് ഓഫ് n മൈനസ് 1, അതായത് n മൈനസ് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം. അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമുല. SN nth സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ഇസിക്കൽ ടു എസ് ഓഫ് n മൈനസ് എസ് ഓഫ് n മൈനസ് 1. ഇത് നോക്കിയാണ്, ഇവിടെ 150 വന്നപ്പോൾ n അത് 150 ആയിരുന്നു. അതേ വാല്യൂ n തന്നെ ഇവിടെ വരും, 150 വരും. ഇവിടെ 149 ആയിരുന്നു, അതായത് എന്നിൽ നിന്ന് 1 കുറയ്ക്കുന്നത് n മൈനസ് 1. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. SN ഇസിക്കൽ ടു എസ് ഓഫ് n മൈനസ് എസ് ഓഫ് n മൈനസ് 1. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ nth സെക്കൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത്. ഇനി നമ്മൾ അതിൻ്റെ ഡെറിവേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ nth സെക്കൻഡ്. അപ്പോൾ ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചാൽ എഴുതാനുള്ളത്. ഇനിയുള്ള ഭാഗങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത്, ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ nth സെക്കൻഡ്. അപ്പോൾ ഒരു ഡെറിവേഷനിൽ നമുക്ക് ആദ്യം വേണ്ട എന്തെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ഡിറൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എന്ത് കൺസിഡർ ചെയ്യണം? നമ്മളൊരു മൂവിങ് ബോഡീനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അതിൻ്റെ ആക്സിലറേഷൻ a ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്തു, അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്, അതിൻ്റെ ആക്സിലറേഷൻ എത്ര, യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത് a ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സങ്കല്പിച്ചു. ഇനി നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിക്കുന്ന ദൂരത്തിന് നമുക്ക് എന്തെന്ന് എഴുതാം? സാധാരണ നമ്മൾ എസ് എന്നാണ് എഴുതുന്നത്. നമുക്ക് ഇപ്പം ഈ പറഞ്ഞ രീതിയിലനുസരിച്ച് എസ് ഓഫ് ടി, അതായത് ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം, ഇപ്പോൾ എസ് ഓഫ് ടി ഇസിക്കൽ ടു എന്തെന്ന് എഴുതാം? എസ് ഓഫ് ടി ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ ടിയുടെ സ്ഥാനത്ത് ഇതാണ് ആ ടി എന്ന് പറയുന്നത്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ് ഓഫ് n എന്ന് എഴുതാൻ പറ്റുമല്ലേ? അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ് ഇസിക്കൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എസ് ഓഫ് n എന്ന് എഴുതാം. അപ്പോൾ എസ് ഓഫ് n കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ജനറൽ ഇക്വേഷനിൽ ടിക്ക് പകരം എന്തിട്ട് കൊടുത്താൽ മതി? ആ ബ്രാക്കറ്റിനകത്ത് n ആയതുകൊണ്ട് n ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ടിക്ക് പകരം നമ്മൾ n ഇട്ട് കൊടുക്കണം. അതാണ് പുട്ട് ടി ഇസിക്കൽ ടു n. അപ്പോൾ ജനറൽ ഇക്വേഷനിലെ ടിക്ക് പകരം n ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? UN ടിക്ക് പകരം n ഒന്ന് പ്ലസ് ഹാഫ് എ ടിക്ക് പകരം n സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. എസ് ഓഫ് n ഇസിക്കൽ ടു UN പ്ലസ് ഹാഫ് AN സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് എസ് ഓഫ് n എന്ന് പറയുന്നത്, n സെക്കൻഡ് കൊണ്ട് വസ്തു സഞ്ചരിച്ച ദൂരം.
ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1 സെക്കൻഡ് കണ്ടുപിടിക്കാൻ വേണം. n-1 സെക്കൻഡ് കൊണ്ട് അത് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ വേണം. n-1 സെക്കൻഡ് കൊണ്ട് ആ വസ്തു സഞ്ചരിച്ച ദൂരം. അപ്പോൾ n-1 സെക്കൻഡ് കൊണ്ട് ആ വസ്തു സഞ്ചരിച്ച ദൂരത്തിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? s(n-1), അതായത് എസ് ബ്രാക്കറ്റിനകത്ത് n-1. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ s(n) കണ്ടുപിടിക്കാനായിട്ട് ടിക്ക് പകരം n ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ s(n-1) കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടിക്ക് പകരം n-1 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. അപ്പോൾ u ഇൻറ്റു ടിക്ക് പകരം n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു ടിക്ക് പകരം n-1. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു n-1 സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇപ്പം കിട്ടിയ ഇക്വേഷൻ നമ്മളൊന്ന് എന്ത് ചെയ്യണം? നമ്മൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടേ u ഇൻറ്റു n-1. അത് നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോക്കിയാൽ ജനറലായിട്ട് നമുക്ക് a ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞ ഫോം ആണെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? a ഇൻറ്റു ബി പ്ലസ് a ഇൻറ്റു സി. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കിയാണ് u ഇൻറ്റു n-1. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? u ഇൻറ്റു n മൈനസ് ഇവിടെ ഏത് ചിഹ്നമാണോ അത് അതേപോലെ എഴുതണം, മൈനസ് u ഇൻറ്റു 1 u. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ചെയ്യണം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത പോലെ ഈ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? s(n-1) ഇസിക്കൽ ടു u(n-u) അത് അതേപോലെ എഴുതി പ്ലസ് ഹാഫ് a ഇൻറ്റു n സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഹാഫ് a n സ്ക്വയർ എന്ന് കിട്ടും. ഹാഫ് a ഇൻറ്റു മൈനസ് 2n. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? മൈനസ് ഹാഫ് a ഇൻറ്റു 2n എന്ന് കിട്ടും. ഹാഫ് a ഇൻറ്റു 1 പ്ലസ് ഹാഫ് a എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ആ വാല്യൂ s(n-1) വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കിയാണ്ട് ഇവിടെ നമുക്ക് 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്ത് കളയാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ബാക്കി അപ്പോൾ എന്തെന്ന് വരും? s(n-1) ഇസിക്കൽ ടു u(n-u) പ്ലസ് ഹാഫ് a n സ്ക്വയർ മൈനസ് ഈ 2 2 പറ്റിപ്പോൾ an പ്ലസ് ഹാഫ് a എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പം നമുക്കിപ്പോൾ എന്തൊക്കെയായി? നമുക്കിപ്പോൾ s(n)ൻ്റെ വാല്യൂ അറിയാം, s(n-1)ൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? nth സെക്കൻഡ് സഞ്ചരിച്ച ദൂരത്തിന് നമുക്ക് കണ്ടുപിടിക്കാം. ഏത് ഇക്വേഷൻ വെച്ച്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് sn ഇസിക്കൽ ടു എന്താണ്? s(n-1) ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ sn കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് s(n)ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, s(n-1)ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് വാല്യൂയും തമ്മിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് കുറച്ചാൽ മതി. അപ്പോൾ s(n)ൻ്റെ വാല്യൂ നോക്കിയാണ് un പ്ലസ് ഹാഫ് a n സ്ക്വയർ ആണ്, മൈനസ് s(n-1)ൻ്റെ വാല്യൂ നോക്കിയാണ് ഇതാണ് un-u പ്ലസ് ഹാഫ് a n സ്ക്വയർ മൈനസ് a n പ്ലസ് ഹാഫ് a. ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ a മൈനസ് ബി ആണ് ഇവിടെ മൈനസ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ ഓർമ്മിച്ചോളണം, ഈ രണ്ടാമത് വരുന്ന അതായത് മൈനസ് കഴിഞ്ഞ് വരുന്നത് ഒന്നിൽ കൂടുതൽ ടേം ഉള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മളവിടെ എന്തായാലും എന്തിട്ട് കൊടുക്കണം? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാതിരുന്നാൽ അത് എന്ത് ചെയ്തു പോകും? തെറ്റിപ്പോവും. അപ്പം ഇവിടെ മൈനസ് കഴിഞ്ഞ് വരുന്നത് ഒന്നിൽ കൂടുതലുള്ള ടേമുകളാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാണ് 1 2 3 4 5 ടേം ഉണ്ട് അല്ലേ? അപ്പോൾ 5 ടേം ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ എന്തായാലും എന്തിട്ട് കൊടുക്കണം? മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മൈനസ് ബ്രാക്കറ്റിനകത്ത് un-u പ്ലസ് ഹാഫ് a n സ്ക്വയർ മൈനസ് a n പ്ലസ് ഹാഫ് a എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്ന ഈ മൈനസിനെ നമ്മൾ അകത്തോട്ട് കയറ്റാൻ പോവുകയാണ്. ഈ മൈനസിനെ നമ്മൾ ബ്രാക്കറ്റ് തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മൈനസ് കൊണ്ട് മൊത്തം ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓർക്കണം, മൈനസ് ഇൻറ്റു മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണമെന്നും മൈനസ് ഇൻറ്റു പ്ലസ് വന്നാൽ മൈനസ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയാണ് ഇത് അതേപോലെ തന്നെ എഴുതി un പ്ലസ് ഹാഫ് a n സ്ക്വയർ, ഈ മൈനസ് അകത്ത് ഏറ്റവും മൈനസ് un, ഈ മൈനസും മൈനസും കൂടെ പ്ലസ് u, ഈ മൈനസും പ്ലസും കൂടെ മൈനസ് ഹാഫ് a n സ്ക്വയർ, ഈ മൈനസും മൈനസും കൂടെ പ്ലസ് a n, ഈ മൈനസും പ്ലസും കൂടെ മൈനസ് ഹാഫ് a എന്ന് കിട്ടും. അപ്പോൾ നമ്മളിനി ഇതെന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ നോക്കണം. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? നോക്കിയാണ് ഇവിടെ un ഉണ്ട്, ഇവിടെ മൈനസ് un ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്തു? un മൈനസ് un 0 ആയിട്ട് അതങ്ങ് പോകും. അതേപോലെ ഹാഫ് a n സ്ക്വയർ ഉണ്ട്, മൈനസ് ഹാഫ് a n സ്ക്വയർ ഉണ്ട്. അപ്പം നമുക്ക് അത് തമ്മിൽ വെട്ടിപ്പോയി 0 പോകും. അപ്പോൾ ബാക്കിയുള്ള ടേം എന്തൊക്കെ കിട്ടും? sn ഇസിക്കൽ ടു u പ്ലസ് a n മൈനസ് ഹാഫ് എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ വരെ ഡിറൈവ് ചെയ്താലും നമ്മൾ ഉത്തരവാണ്. പക്ഷെ നമുക്ക് ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ നോക്കിയാണ്ട് ഇവിടെയും ഇവിടെ എന്തുണ്ട്? a ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ടിൽ നിന്ന് a നമുക്ക് എന്ത് ചെയ്തെടുക്കാം? കോമൺ ആയിട്ട് വെളിയെ പുറത്തെടുക്കാം. അപ്പോൾ a നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോഴത്തേക്ക് u പ്ലസ് a ഇൻറ്റു
നോക്കിയാണ് എന്നിൽ നിന്ന് എ പുറത്തെടുക്കുമ്പോൾ ബാക്കി അവിടെ എൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ മൈനസ് ഹാഫ് എന്ന് എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹാഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ മൈനസ് ഹാഫ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ അവസാനത്തെ ഇക്വേഷൻ. എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ് എന്ന് പറയുന്നതാണ് nth സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ഫൈനൽ ഇക്വേഷൻ. എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ് എന്ന് പറയുന്നതാണ് ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ്റെ ഉപയോഗം എന്താണ്? അതായത് ഒരു വസ്തുവിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും അത് സഞ്ചരിക്കുന്ന ആക്സിലറേഷനും അറിയാമെങ്കിൽ ഇത്രാമത്തെ സെക്കൻഡിൽ, അഞ്ചാമത്തെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്നിന് പകരം 5 ഇട്ട് കൊടുത്താൽ മതി. എന്നിന് പകരം 5 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 5ാമത്തെ സെക്കൻഡിൽ ആ വസ്തു സഞ്ചരിച്ച ദൂരം കിട്ടും. എന്നിന് ഒരു 1000 ഇട്ട് കൊടുത്താൽ 1000ാമത് സെക്കൻഡിൽ ആ വസ്തു സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പം നമുക്ക് യുവിൻ്റെ വാല്യൂ അറിയണം, എയിൻ്റെ വാല്യൂ അറിയണം. എങ്കിൽ നമുക്ക് എത്രാമത്തെ സെക്കൻഡിലാണോ ആ വസ്തുവിൻ്റെ സഞ്ചരിച്ച ദൂരം അറിയേണ്ടത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഓക്കെ.